ഒരു പരിധി വരെ ഉള്ള കുട്ടികളെ മാത്രമേ നമുക്ക് തിരിച്ച് അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ. ടാബ്ലറ്റ്സ് ഇതിൻ്റെ ഉപയോഗം മൂലം കുട്ടിക്ക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ്. ഐ ആൻഡ് ഡോക്ടർ സെബിൻ സണിച്ചൻ, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോനറ്റോളജിസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളൊരു സ്റ്റൈലിലോട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടാണെങ്കിൽ ഒരു കൂട്ടുകുടുംബം രീതിയായിരുന്നു. ഒരു കുട്ടീനെ ശ്രദ്ധിക്കാൻ അച്ഛനോ അമ്മയ്ക്കോ സമയം കുറവാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വലിയച്ഛൻ അല്ലെങ്കിൽ വലിയമ്മ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പൂപ്പൻ അമ്മൂമ്മ ഇങ്ങനെയൊരു കാഴ്ചപ്പാടില്ല. ഇന്ന് ഇപ്പം ഒന്നല്ലെങ്കിൽ 2 പേരെന്നുള്ള രീതിയിലോട്ട് മാറുമ്പോൾ പെട്ടെന്ന് അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മളുടെ എളുപ്പവഴിയാണ് നമ്മൾ ആ കുട്ടിക്ക് ഫോൺ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കുക. ഇതുമൂലം അവരുടേതായിട്ടുള്ള ആ ടാബ്ലറ്റ് അല്ലെങ്കിൽ ആ ഫോണിൽ അവരുടെ ലോകം ക്രിയേറ്റ് ആവുകയാണ്. ഇതിൽ മൂലം നമ്മളുടെ അടുത്ത് പിന്നെ ഒരു സംസാരക്കുറവ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ദേഷ്യം, വാശി അല്ലെന്നുണ്ടെങ്കിൽ ഇത് കാണാണ്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഇതിലൂടെയെല്ലാം കുട്ടി കടന്നു പോകും. ഇതിന് ശേഷം നമ്മൾക്കതൊരു തിരിച്ചറിവുണ്ടായി നമ്മളത് മാറ്റിവെക്കാൻ നോക്കുമ്പോൾ അത് കുട്ടികളിൽ പിന്നെയും കൂടുതലായിട്ടുള്ള ദേഷ്യം, ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്. അതായത് ചില കുട്ടികൾ നല്ല ദേഷ്യവും വാശിയും കാണിക്കുന്നു. ചില കുട്ടികൾ ഭയങ്കരമായ ഡിപ്രഷനിലും ആങ്സൈറ്റിയിലോട്ടും പോകും. ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വഴി അഫക്റ്റ് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കുട്ടികളിലെ പിന്നീട് നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളമുള്ള ചികിത്സകൾ വേണ്ടി വരികയും ഒരുപാട് മരുന്നിന് നമുക്ക് കുട്ടീനെ എത്തിച്ചേർക്കേണ്ട ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലോട്ടും ഇത് വഴിതെളിക്കും. ഇതുമൂലം ഒരു പരിധി വരെ ഉള്ള കുട്ടികളെ മാത്രമേ നമുക്ക് തിരിച്ച് അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു വസ്തുത.